നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മൂന്നാം വട്ടവും ബി.ജെ.പി തന്നെ അധികാരത്തിലെത്തും എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതി ഇല്ലാതാക്കുക എന്നതിനാണ് കഴിഞ്ഞ 10 വർഷമായി തന്റെ സർക്കാർ മുൻഗണന കൊടുക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ ആരോപണത്തെ കൂടി അദ്ദേഹം ഇതിനിടയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷം അവരെ ലക്ഷ്യമിടുകയാണ് എന്ന തരത്തിൽ ആരോപിക്കുന്ന ചില ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. ED അന്വേഷിക്കുന്ന കേസുകളിൽ വെറും 3% മാത്രമേ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ബി.ജെ.പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കർശനമായ നടപടികൾ തങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സർക്കാർ അഴിമതിക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്, അല്ലാതെ വ്യക്തികൾക്കെതിരെയല്ല. അഴിമതിക്കെതിരായ നടപടികളെ നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾ അഴിമതിക്കാരായതുകൊണ്ട് തന്നെയാണ്. എന്തിനാണ് ജനങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ചോദ്യം കൂടി മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷവും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തോൽവി ഉറപ്പിച്ചതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ ക്യാമ്പിലെ ആവേശം ഇപ്പോൾ മങ്ങിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല പ്രതിപക്ഷ നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് പോലും സജീവമല്ലാതെ പിന്നോക്കം നിൽക്കുന്നത് എന്ന ഒരു നിരീക്ഷണം കൂടി മോദി നടത്തുന്നുണ്ട്. ബി.ജെ.പി മോഡലും കോൺഗ്രസ് മോഡലും കൃത്യമായി താരതമ്യം ചെയ്യാനും രണ്ടിന്റെയും നേട്ടങ്ങളും കോട്ടങ്ങളും താരതമ്യം ചെയ്യാനും ജനങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബി.ജെ.പിക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. കാരണം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചത് 6 പതിറ്റാണ്ടോളമാണ്. പക്ഷേ ബി.ജെ.പി തുടർച്ചയായി അധികാരത്തിലെത്തിയത് 10 വർഷം മാത്രമാണ്. കോൺഗ്രസ് ആവട്ടെ അവരുടെ കുടുംബത്തെ മാത്രമാണ് ശക്തിപ്പെടുത്തിയത്. പക്ഷേ ബി.ജെ.പി അങ്ങനെയല്ല, രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. 2047 വികസിത ഇന്ത്യ എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ തങ്ങൾക്ക് മുന്നിലുള്ളൂ എന്നുകൂടി മോദി പറയുന്നുണ്ട്. അങ്ങനെ ED അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണത്തിന് കൂടി മോദി മറുപടി നൽകിയിരിക്കുകയാണ്. വെറും 3% കേസുകൾക്ക് മാത്രമേ രാഷ്ട്രീയപരമായി ബന്ധമുള്ളതുള്ളൂ. ഇത് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലുമുണ്ട്. തങ്ങൾ നടപടിയെടുക്കുന്നത് വ്യക്തികൾക്കെതിരെയല്ല, മറിച്ച് അഴിമതിക്കെതിരെയാണ് എന്ന് വീണ്ടും പറയുകയാണ് നരേന്ദ്രമോദി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.